വിളിക്കുക, സഹായം ചോദിക്കുക, പ്രാർത്ഥിക്കുക, ഇവ തമ്മിൽ മൗലികമായ വ്യത്യാസമുണ്ട്. എല്ലാ വിളിയും പ്രാർത്ഥനയായിക്കൊള്ളുന്നില്ല, എല്ലാ സഹായ ചോദ്യവും പ്രാർത്ഥനയായിക്കൊള്ളുന്നില്ല, വ്യത്യാസമുണ്ട്. ഈ പംക്തിയിൽ തന്നെ പലതവണ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. യാ ഇബാദ്, അടിമകളെ എന്ന വിളി പല ഖുർആൻ വാക്യങ്ങളിലുമുണ്ട്. ഇത് അടിമകളോടുള്ള പ്രാർത്ഥനയാണെന്ന് കാര്യബോധമുള്ള ആരും പറയുകയില്ല. പ്രവാചകന്മാർ പല കാര്യങ്ങളിലും അനുചരന്മാരോട് സഹായ സഹകരണങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതും പ്രാർത്ഥനയല്ല. സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം തേടലാണ് പ്രാർത്ഥന. അതൊരു നിർവചനം പറഞ്ഞിരിക്കുക. സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവിന് അതീതമായ, അതിനുപരിയായ കാര്യങ്ങളിൽ സഹായം ചോദിക്കലാണ് പ്രാർത്ഥന. അപ്പൊ അതിന്റെ താഴെയുള്ള കാര്യങ്ങളിൽ പരസ്പരം സഹായം ചോദിച്ചാൽ എന്താവൂല? പ്രാർത്ഥനയാവൂല. ഈ ഭാഗം ഞാൻ വിമർശിക്കാൻ വേണ്ടി എൻ്റെ ഒരു പുസ്തകത്തിൽ ലഘുലേഖയിൽ എടുത്തു കൊടുത്തത്, അത് KKP കൂട്ടർ എടുത്തു കൊടുത്തു. കണ്ടോ, സക്കരിയാസിലായി പുതിയ നിർവചനം കൊണ്ടിരുന്നു. ഞാൻ ഇതിന്ന് ഉദ്ധരിച്ചതാ, അത്ര പോലും സത്യസന്ധതല്ല മഞ്ഞ പുസ്തകം ഇറക്കിയോൾക്ക്. ഈ പ്രാർത്ഥന അല്ലാഹുവല്ലാത്ത ആരിലേക്കും പ്രവാചകന്മാർ തിരിച്ചുവിട്ടിട്ടില്ല, തിരിച്ചുവിടാൻ നിർദ്ദേശിച്ചിട്ടുമില്ല. നോക്കണം, ജിന്നുകൾ അല്ലാഹുവിന്റെ അടിമകളാണ്. അവരുടെ അസ്തിത്വത്തെയോ കഴിവുകളെയോ സംബന്ധിച്ച് വിശദവിവരങ്ങൾ ഖുർആനിലോ പ്രാമാണികമായ ഹദീസിലോ ഇല്ല. സുലൈമാൻ നബി അലൈഹി സ്വലാം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിച്ചിരുന്നു, അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹം ജിന്നുകളോട് പ്രാർത്ഥിച്ചുവെന്ന് ഖുർആനിലോ ഹദീസിലോ ഇല്ല. അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. പക്ഷേ ഒറ്റപ്പെട്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള സഹായാർത്ഥന ഇസ്ലാമിലെ അംഗീകൃത സമ്പ്രദായമാണെന്ന് പറയാവുന്നതല്ല. ഇത് ചെറിയ മുണ്ടം എഴുതുകയും പിന്നീട് പുസ്തകമാക്കി ഇന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് ചെറിയ മുണ്ടത്തിന്റെ അഭിപ്രായമല്ല, അത് പൊതുവേ സലഫി ലോകം സ്വീകരിച്ചിട്ടുള്ള ഒരഭിപ്രായമാണ് യഥാർത്ഥത്തിൽ. അത് 2004 മണ്ണാർക്കാട് വെച്ച് നടന്ന സംവാദത്തിൽ അലവി സഖാഫിയും സുലൈമാൻ സഖാഫിയും അപ്പുറത്ത് സമദിയത്ത് സ്ഥാപിക്കാൻ വേണ്ടി വന്നപ്പോ ഞാനും അനീഫ് കായക്കൊടിയുണ്ട്, മജീദ് സലാഹുണ്ട്, ഫൈസൽ മുസ്യാറുണ്ട്, അംസബാഖബുണ്ട്, ഞങ്ങളൊക്കെ ഉണ്ട്. ഞാനായിരുന്നു അന്ന് പ്രധാനമായും സംസാരിച്ചത്. അനീഫ് കായക്കൊടി അവസാനം അവലോകനം മാത്രം നടത്തിയത്. അന്ന് യാ ഇബാദല്ല ചോദിച്ചു. എന്താ ഞാൻ മറുപടി കൊടുത്തത്? ചെറിയ മുണ്ടം ഈ കൊടുത്തതുപോലത്തെ മറുപടി തന്നെ. അതിൽ പ്രാർത്ഥനയില്ല. ഒന്ന്, അത് ദുർബലമായ റിപ്പോർട്ടാണ്, തെളിവിന് കൊള്ളൂല. വാദപ്രതിവാദത്തിൽ അത് തെളിവായി ഉന്നയിക്കാൻ പാടില്ല. രണ്ടാമത്, ഇനി സഹീഹാണെന്ന് വന്നാൽ തന്നെ നമ്മൾ തമ്മിൽ തർക്കത്തിലുള്ള ഇസ്തിഗാസ, മഹാന്മാരോടുള്ള പ്രാർത്ഥനയ്ക്ക് അതിൽ തെളിവുമില്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഉള്ള മലക്കുകളോ ജിന്നുകളോ അവിടെ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ എന്ന നിലയ്ക്ക് ശബ്ദം കേൾക്കുന്ന ദൂരത്തുള്ളവരോട് സംസാരിക്കലാണ്. ആ മറുപടിക്ക് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആദ്യമായി ഒന്ന് കേട്ടോളൂ, മണ്ണാർക്കാട് സംവാദത്തിൽ അന്ന് എന്താണ് സംസാരിച്ചത്. ഒരു വിവാദവുമില്ലാതെ 2004 എന്ന് പറഞ്ഞ 6-8 കൊല്ലം മുമ്പ് ഒന്ന് കാണിച്ചെടുക്കും. ൊന്നും ഇവിടെ നടക്കൂല. ഞങ്ങളുടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇവിടെ 19 കൊല്ലമായി നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ നാട്ടിലെ മുസ്ലിമീങ്ങളെ ബഹുദൈവ വിശ്വാസത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദൈവ വിശ്വാസികളായ മുസ്ലിം സമുദായത്തിൽ ശിർക്ക്, ബഹുദൈവ വിശ്വാസം പ്രചരിപ്പിച്ച് നേരത്തെയും മുറൂസും മൗലിദും നടത്തി ഒരുപാട് ശിർക്ക് പ്രചരിപ്പിക്കുന്നു. അതിന് തെളിവുണ്ടാക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആനെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിങ്ങളോട് ഈ വക ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പോഴും മൂപ്പർക്ക് റസൂലുള്ളാഹിന്റെ സാന്നിധ്യത്തിൽ വെച്ച് പ്രാർത്ഥിച്ചത് പറയാൻ കഴിഞ്ഞിട്ടില്ല. പഴയത് ആവർത്തിച്ച് റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്നിട്ട് ഒരു കണ്ണുപൊട്ടൻ പറയാണ്, യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക. മുമ്പിൽ നിൽക്കുന്ന നബിയോട് പറയാണ്, മുഹമ്മദ് നബിയെ, നിങ്ങളെ കൊണ്ട് ഞാൻ അള്ളാഹുവിലേക്ക് മുന്നിടുന്നു, പ്രാർത്ഥിക്കാൻ നബിയോട് ആവശ്യപ്പെടുന്നു. നബി പ്രാർത്ഥിക്കുന്നു. അത് തർക്കമുള്ള വിഷയമല്ല, അത് തവസ്സുലാണ്. തവസ്സുലല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം. വ്യവസ്ഥ ഒന്ന് വായിച്ചു നോക്കണം. വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ട്, USA എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രാർത്ഥനയുടെ പര്യായമായ സഹായം തേട്ടം, അല്ലാതെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട തവസ്സുല. അവിടെ ഹദീസുള്ളതിലുള്ളത് യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക. മുന്നിലുള്ള നബിയോട് പറയുകയാണ്, നബിയെ, നിങ്ങളെ കൊണ്ട് ഞാൻ മുന്നിട്ടു. അപ്പൊ മുന്നിലുള്ള റസൂലുള്ളാഹിനോട് പറഞ്ഞല്ല, അസാന്നിധ്യത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസാന്നിധ്യത്തിൽ വെച്ച് പറഞ്ഞത്. അതാണ് ഇവിടെ തെളിയിക്കേണ്ടത്. പിന്നെ യാ ഇബാദല്ലാഹി അഗീസുനി എന്ന് കൽപ്പനയുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിപ്പെട്ടാൽ നമ്മുടെ രണ്ടാമത്തെ പ്രമാണം എഴുതുമ്പോ സഹീഹായ ഹദീസ് എന്നൊരു നിബന്ധന വെച്ചിട്ടുണ്ട്. അതെന്തിനാരിയോ? ഇതുപോലുള്ള ദുർബല ഹദീസുകൾ നിങ്ങൾ ഇവിടെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ്. ദുർബലമാണ് ഹദീസ്. അതിന്റെ ദുർബലത ഹദീസ് പണ്ഡിതന്മാര് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും വസ്തു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ
ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ ഒഴിഞ്ഞ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണം. അത് ഏതെങ്കിലും പ്രത്യേക ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്ന ഒരു സംഗതിയല്ല, തർക്കത്തിലുള്ള ഇസ്തിറാദയല്ല. ഒരു വിജനമായ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ നമ്മളെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമെന്ന ഉദ്ദേശത്തോടെ ഒരാൾ വിളിച്ചു പറയുന്നതാണ് ഇബാദല്ലാഹ് ഗീസൂനി എന്ന്. വിളിച്ചു പറയുന്നത് ദൂരത്ത് മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ, അതല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള അദൃശ്യ സൃഷ്ടികളായ മലക്കുകളോ മുസ്ലിം ജിന്നുകളോ സഹായിക്കട്ടെ എന്നതാണ്. അതാണ് ഇവിടെ യഥാർത്ഥ തർക്കത്തിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. നേരെ മറിച്ച് ആ സന്ദർഭത്തിൽ നിങ്ങൾ വൈദ്യുതിയെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നതാണെങ്കിലോ അത് ശിർക്കാണ്. അത് നിങ്ങളെ തെളിവ് കൊണ്ടുണ്ട്. ഇത് ദുർബലമായ ഹദീസാണ്, സഹിഹായ ഹദീസാണ് തെളിവ് ധരിക്കേണ്ടത്. സഹി ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തെളിവില്ല, തർക്കത്തിരിക്കുന്ന വിഷയത്തിന് അതിൽ തെളിവില്ല. അന്ന് 2004 ഞാൻ കൊടുത്ത മറുപടി അത് എൻ്റെ വക കൊടുത്തതല്ല. സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു തന്നതും മുജാഹിദ് പണ്ഡിതന്മാരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതുമായ കാര്യമാണ് ഞാൻ അവിടെ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് എത്രയോ സംവാദങ്ങൾക്ക് ജമിയത്തുൽ ഉലമ എന്നെ അയച്ചിട്ടില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നെങ്കിൽ, അത് ശിർക്കായിരുന്നുവെങ്കിൽ ഇപ്പൊ പറയുന്നതാണ് യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് വിളി അത് ശിർക്കാണെന്ന് തീർത്തു പറയണം. അതാണ് ഇപ്പൊ മൂവാറ്റുപുഴയിൽ ചെയ്തത്. ഈ 2012 ഫെബ്രുവരിയിൽ അബ്ദുറഹ്മാൻ സലഫി ജമിയത്തുൽ ഉലമയിൽ വാദിച്ചുണ്ടാക്കിയ ഒരു ഫത്വ, ഒരു തീരുമാനം. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ 2012 ഫെബ്രുവരി മുതൽ നമ്മൾ എല്ലാവരും യാ ഇബാദല്ലാഹ് അഈനൂനി എന്നതിൽ ശിർക്കുണ്ട് എന്ന് പറയണം. കണ്ടോ, അങ്ങനെ ഒരു പുതിയ തൗഹീദുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതെല്ലാവരും അംഗീകരിച്ചോളണം. അതിനെതിരെ പറഞ്ഞ ആ സംഘടനയിൽ പുറത്താക്കും എന്നാണ്. ഇങ്ങനെ ഒരു കീഴ്വഴക്കം മുജാഹിദ് പ്രസ്ഥാനത്തിൽ മുമ്പുണ്ടായിരുന്നോ? ഞാൻ ആ പറഞ്ഞത് തെറ്റാണെന്ന് അനീഫ് കായക്കൊടി ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ മജീദ് സലാഹി പറഞ്ഞിട്ടുണ്ടോ? അംസവാഖി പറഞ്ഞിട്ടുണ്ടോ? AP പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് കഴിഞ്ഞിട്ട് പ്രശംസകളല്ലാതെ മറ്റൊന്നും മണ്ണാർക്കാട് സംവാദം കഴിഞ്ഞിട്ട് എനിക്ക് നമ്മുടെ നേതാക്കന്മാരിൽ കിട്ടിയിട്ടില്ല. എല്ലാവരും അഭിനന്ദിക്കുക ചെയ്തത്. ഒരിക്കലൊരു മീറ്റിംഗ് വിളിച്ചിട്ട് MM മദനി പറഞ്ഞു, AP-യും അലി റസാഖ് മൗലവിയൊക്കെ ഇവിടെ ഉണ്ട്, അവരൊക്കെ നടത്തിയ സംവാദങ്ങളിൽ ഒരുപാട് അനുഭവമുള്ളവരാണ്. അപ്പൊ പുതിയ തലമുറക്ക് നിങ്ങൾ അതൊക്കെ ഒന്ന് കൈമാറണം, അതിനാ വരെയും കൂടി വിളിച്ചതെന്ന് പറഞ്ഞപ്പോൾ AP പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ ആരും ട്രെയിനിങ് വന്നിട്ടല്ലല്ലോ, ഞങ്ങളൊന്നും വാദപ്രയോഗം നടത്തിയത്. അപ്പൊ ഞങ്ങളൊന്നും ഒരു ട്രെയിനിങ്ങും കൊടുക്കാതെ ഇപ്പൊ ഇവരൊക്കെ പോയി മണ്ണാർക്കാടൊക്കെ പോയി ഭംഗിയായിട്ട് നടത്തി പോന്നില്ലേ എന്ന് പ്രശംസിച്ചു പറഞ്ഞതല്ലാതെ തെറ്റു പറഞ്ഞിട്ടില്ല. അത് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമായിരുന്നു. ഈ ആദർശത്തിന്റെ അജയ്യതയാണ്. എൻ്റെ ഒരു നാക്ക് കഴിവുകൊണ്ടോ വാഗ്വൈഭവം കൊണ്ടോ അല്ല. അപ്പൊ നമ്മൾ അന്ന് പറഞ്ഞ മറുപടി ശരിയായിരുന്നു എന്നാണ് ഇതുവരെയും നമ്മൾ പറയുന്നത്. ഇനിയിപ്പോ ഇത് വിഴുങ്ങണമെന്നാ പറയണത്. എന്നിട്ടിപ്പോ ജാമ്യയിൽ അനസ് ഒരു ചോദ്യം ചോദിപ്പിക്കുന്നുണ്ട്. എന്താണ്, അന്ന് മണ്ണാർക്കാട് പറഞ്ഞപ്പോ നിങ്ങൾ എന്തുകൊണ്ടാ എതിർക്കാതിരുന്നത്? അപ്പൊ അനസിന്റെ റെഡിമെയ്ഡ് മറുപടി, അവിടെ ഇനി മരിച്ചോനോട് പ്രാർത്ഥിക്കാൻ തെളിവില്ല എന്നേ സക്കരിയ സലാഹി പറഞ്ഞിട്ടുള്ളൂ, ജിന്നും മലക്കൊന്നും പറഞ്ഞിട്ടില്ല എന്ന് വരുത്തി തീർത്തു. ജിന്നും മലക്കും പറഞ്ഞിട്ടില്ലേ? അദൃശ്യ സൃഷ്ടികളായ മലക്കുകളോ മുസ്ലിം ജിന്നുകളോ ഉണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ എന്ന നിലക്ക് വിളിച്ചു പറയുന്നതാണ്. അതിൽ പ്രാർത്ഥനയില്ല. പ്രാർത്ഥനയില്ലെങ്കിൽ പിന്നെ ശിർക്കാകുന്ന പ്രശ്നമില്ലല്ലോ. സാധാരണ വിളി ശിർക്കാകുമോ? അത് അന്ന് പറഞ്ഞ മറുപടിയാണ്. ഈ മറുപടിയാണ് നേരത്തെ ഞാൻ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി എടുത്തു കൊടുത്തതും ഞാൻ ഇവിടെ കേൾപ്പിച്ചത്. അത് കേട്ടതോടെ സഖാഫികളെ മുഖം വളറി. പിന്നെ അവർ മിണ്ടിയില്ല. അതേ സമയത്ത് നിങ്ങൾ നോക്കൂ, ഇപ്പൊ 2007 ഇസ്ലാഹ് മാസികയിൽ അബ്ദുൽ ജബ്ബാർ മൗലവി ഒരു ലേഖനം എഴുതുകയും അത് അബ്ദുസ്സലാം സുല്ലമി ഏറ്റുപിടിച്ചിട്ട് കേന്ദ്രം ശിർക്കിലേക്ക് പോയി എന്ന് വാദിക്കുകയും ചെയ്തു. അപ്പൊ നമ്മൾ പറഞ്ഞ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയത് ഒന്ന് വിജനമായ മരുഭൂമിയിൽ എന്ന് പറയുന്ന ആ വാചകം, അത് യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീത്തിന്റെ വ്യാഖ്യാനത്തിൽ സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതിന് തുല്യമായ ഒരു വാചകമാണ്. അപ്പൊ ചില ജബ്ബാർ മൗലവി വാചകം ആ ഹദീസ് പറഞ്ഞിട്ടില്ലല്ലോ. ഹദീസ് പറഞ്ഞിട്ടില്ല, ഹദീസിൽ പറഞ്ഞ ആശയമാണ് പറഞ്ഞത്. അതുപോലെ ആജറ ബീവിയുടെ സംഭവമാണ്. ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ ഒരു ശബ്ദം കേൾക്കുന്നു, ആരെയും കാണുന്നില്ല എന്നാണ്. അത് ഹാജറ ബീവി സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. നമ്മൾ ഈ ഖുറാഫികൾക്കൊക്കെ മറുപടി കൊടുത്തു, മടവൂരികൾക്ക് മറുപടി കൊടുത്തു. അക്കാലത്ത് ഞാൻ എഴുതിയ ലേഖനമാണ് മടവൂരികളുടെ തൗഹീദും കുബൂരികളുടെ മുതലെടുപ്പും. ഇന്നും അത് വായിക്കട്ടെ. സലഫി പ്രസ്ഥാനം വിമർശനങ്ങൾക്ക് വേണ്ടി എന്ന എൻ്റെ പുസ്തകത്തിൽ ആ ലേഖനങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ വിഷയത്തിൽ സലഫി പണ്ഡിതന്മാരുടെ നിലപാടുകളുമായി മുന്നോട്ട് പോയപ്പോൾ അലിമദനിയും കരിമ്പുലാക്കലും ശിർക്കാരോപണവുമായി രംഗത്ത് വന്നിട്ട് അത് ക്ലച്ച് പിടിച്ചില്ല. കുബൂരികളെ ഏറ്റെടുത്തു, മടവൂരി കുബൂരി ബാന്ധവമുണ്ടായി, എന്നിട്ടും ക്ലച്ച് പിടിച്ചില്ല. കാരണം എന്താ അറിയോ? നമ്മൾ ഒന്നിച്ചു നിന്ന് മറുപടി കൊടുത്തു. ഞാനും ഹനീഫയും അനസും അബ്ദുറഹ്മാൻ സലഫിയും മുനീർ മദനിയും ഫൈസൽ മുസ്യാരും ഹുസൈൻ സലഫി എല്ലാവരും നിന്നിട്ട് ഒന്നിച്ച് മറുപടി കൊടുത്തു. അത് ശിർക്കല്ല മുസ്ലിയാക്കന്മാരെ, മുൻകാല പണ്ഡിതന്മാരാരും ആ ഹദീത്തിന്റെ മത്തിന് ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. സനത് ദുർബലമാണെങ്കിലും ആ വിളിയിൽ പ്രാർത്ഥനയില്ല എന്ന് നമ്മൾ ഒന്നിച്ചു നിന്ന് മറുപടി കൊടുത്തപ്പോൾ
അത് അവർക്ക് പിൻവാങ്ങേണ്ടി വന്നു. കാരണം ഈ ഹദീസ് ലോകത്തെ ചർച്ചാ വിഷയമാക്കിയത് ആദ്യം ഷിയാക്കളാണ്. ഷിയാക്കളെ ഹസനും ഹുസൈനൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി. പിന്നീട് സൂഫികൾ അത് ഏറ്റെടുത്തു. അന്നത്തെ ഷിയാക്കൾക്കും സൂഫികൾക്കും അന്നത്തെ സലഫി ഉലമാക്കൾ കൊടുത്ത മറുപടി എന്താണോ ആ മറുപടിയാണ് ഇന്ന് നമ്മളൊക്കെ കൊടുക്കുന്നത്. അത് ദുആ അല്ല, സാധാരണ വിളി മാത്രമേ ഉള്ളൂ. എന്നിട്ടും മടവൂരികൾ ശിർക്കാരോപണം തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷെ അവരുടെ കൂട്ടത്തിൽ ഒരു ചെറിയ വിഭാഗം, സലാം സുല്ലമി ഫാൻസ് അല്ലാത്ത മറ്റു ചെറിയ മുണ്ടത്ത് അനുകൂലിക്കുന്ന കുറച്ച് ആളുകൾ മാത്രം ഈ ശിർക്കാരോപണവുമായി രംഗത്ത് വന്നില്ല. എന്നിട്ട് അവസാനം ഇവർ ചെറിയ മുണ്ടത്തിന്റെ ഉദ്ധരണി നമ്മൾ വീണ്ടും വീണ്ടും വായിക്കാൻ തുടങ്ങിയപ്പോൾ കുത്തി ചോദിച്ചു. അവസാനം ഒരു ശബാബിലേക്ക് ഒരു ചോദ്യം കൊടുത്ത് 2009 നിങ്ങൾ ശബാബിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. 2009 ചെറിയ മുണ്ടം പറഞ്ഞു പ്രാർത്ഥനയാണെന്ന് പറയാവതല്ല എന്നതിന് ഒരു ഉറപ്പിച്ചെന്നും കൂടി കൂട്ടി. ഉറപ്പിച്ച് പറയാവതല്ല. പക്ഷെ അതിൽ പറഞ്ഞ് ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തി. ചെറിയ മുണ്ട പിൻവാങ്ങിയില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ശിർക്കിന്റെ ആളുകൾ തെളിവാക്കുന്ന, ലോകാടിസ്ഥാനത്തിൽ തെളിവാക്കുന്ന ഒരു ഹദീസ്, അതിന് വ്യാഖ്യാനം പറയുമ്പോൾ നമ്മൾ എന്താ വേണ്ടത്? നമ്മൾ കേരളത്തിൽ 4 ആൾക്ക് മാത്രമേ തീരുമാനം ഉണ്ടാകുമോ? ലോകത്തുടനീളമുള്ള സലഫികൾ ഖുബൂരികൾ കൊടുത്ത മറുപടി, വലിയ ഖുബൂരി നേതാവായ ഷെയ്ഖ് ദഹലാൻ കൊടുത്ത മറുപടി, അങ്ങനെയുള്ള പണ്ഡിതന്മാരെ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞ മറുപടി പറയല്ലാതെ നമ്മൾ സ്വന്തമായ അഭിപ്രായം പറയാൻ പാടില്ല. സലഫു സാലിഹുകൾ എങ്ങനെയാണ് ആ ഹദീസിനെ മനസ്സിലാക്കിയത്? 1200 കൊല്ലം മുമ്പ് നമ്മുടെ മുമ്പിലുള്ള ഒരു ഹദീസാണ് ഇത്. ഇബ്നു അബീ ശൈബയുടെ മുസന്നഫിലുണ്ട്. ഇമാം ബുഖാരിയുടെ ഉസ്താദാണ് അദ്ദേഹം. അതുപോലെ തൊബറാനിയുടെ മുഅ്ജമിലുണ്ട്. തൊബറാനി പറയുന്നത് ഈ ഹദീസിന്റെ പറഞ്ഞ ആശയം ഞാൻ പരിശോധിച്ചു നോക്കിയിട്ടുണ്ട്, എനിക്കത് ബോധ്യമായിട്ടുണ്ട് എന്നാ. ഇമാം ബൈഹഖിയുടെ അൽ-ആദാബിലുണ്ട്. അദ്ദേഹം പറയുന്നത് മുസ്തഅമലുൻ മിൻ സ്വാലിഹീന മിൻ അഹ്ലിൽ ഇൽമി, പണ്ഡിതന്മാരുടെ അടുക്കൽ അവരുടെ കൂട്ടത്തിലെ സാലിഹീങ്ങൾ ഇത് ഉപയോഗിച്ചു വരാറുണ്ട്. നവവിയുടെ അൽ-അദ്കാറിലുണ്ട്. അദ്ദേഹം പറയുന്നു എൻ്റെ വാഹനമൃഗം ഒരിക്കൽ നഷ്ടപ്പെട്ടു വിജനമായ മരുഭൂമിയിൽ വെച്ച്. അപ്പം ഞാൻ യാ ഇബാദല്ലാഹി യഹ്ബിസു, അള്ളാഹിന്റെ അടിമകളെ പിടിച്ചു വെക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ അതവിടെ വന്നു നിന്നു. പക്ഷെ നമ്മളത് മാതൃകയാക്കണം എന്ന് പറഞ്ഞില്ല. കാരണം എന്താ? ഹദീസ് ദുർബലമാണ്. ഇമാമീങ്ങൾ അത് ചെയ്തു എന്നതുകൊണ്ട് നമ്മളത് മാതൃകയാക്കേണ്ടതില്ല. നമ്മൾ യാ ഇബാദല്ലാഹ് എന്നല്ല വിളിക്കേണ്ടത്, യാ അല്ലാഹ് എന്നാ വിളിക്കേണ്ടത്. എവിടെ വെച്ചും വിളിക്കേണ്ടത് യാ അല്ലാഹ് എന്നാണ്. ജിന്നുകളോടോ മലക്കുകളോടോ ഒരു കാര്യവും ചോദിക്കാൻ പാടില്ല. ഭൗതികവും ചോദിക്കാൻ പാടില്ല, അഭൗതികവും ചോദിക്കാൻ പാടില്ല. കൈവപ്പെട്ടതും ചോദിക്കാൻ പാടില്ല, കൈവപ്പെടാത്തതും ചോദിക്കാൻ പാടില്ല. ഹാദിറായ ജിന്നിനോടും ചോദിക്കാൻ പാടില്ല, ഗായിബായ ജിന്നിനോടും ചോദിക്കാൻ പാടില്ല. ഇതാണ് നമ്മുടെ ആദർശം. ആവർത്തിച്ച് നമ്മൾ പറഞ്ഞിട്ടും നമ്മുടെ പേരിൽ ശിർക്കാരോപിക്കുകയാണ്. അപ്പൊ ഇമാമിങ്ങൾ ചെയ്ത പിന്നെ എന്തിനാ ഞങ്ങൾ പറയണേ? ഇമാമിങ്ങൾ ആരും ശിർക്ക് ചെയ്തിട്ടില്ല എന്ന് പറയാനാണ്, അല്ലാതെ അവരെ തഖ്ലീദ് ചെയ്യാനല്ല. അവരാ ഹദീസ് സഹീഹാണെന്ന് വിചാരിച്ചു ചെയ്തു. അവര് സഹീഹാണെന്ന് വിചാരിച്ചത് പിൽക്കാലത്ത് നമുക്ക് സഹീഹല്ല എന്ന് ബോധ്യപ്പെട്ടു. അപ്പൊ എന്ത് വേണം? അവരെ തഖ്ലീദ് ചെയ്യണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മൾ അവരാ നിലപാട് ശരിയല്ല, അവരാ വിളിച്ചത് നമുക്ക് മാതൃകയല്ല. പക്ഷെ ശിർക്കുണ്ടെങ്കിൽ അവർ വിളിക്കുവോ? ശിർക്കും തൗഹീദുമാണ് ഇത് വിഷയം. അപ്പൊ പറയാണ് ഇമാമിങ്ങളെ പല അഭിപ്രായങ്ങളോട് നമുക്കെതിരില്ലേ, ഹദീസിനെതിരാണെങ്കിൽ നമ്മൾ തള്ളൂലേ? ശരിയാണ്, നമ്മൾ എടുത്തിട്ടില്ലല്ലോ. യാ ഇബാദല്ലാഹ് എന്ന് വിളിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞോ? നമ്മൾ എവിടെ വെച്ചു യാ അല്ലാഹ് എന്നാ വിളിക്കണം എന്നാ പറഞ്ഞത്. ഇപ്പൊ ചില ആളുകൾ പറയാ മരുഭൂമിയിൽ നമുക്ക് അല്ലാഹു പോരേ, അപ്പൊ മരുഭൂമിയിൽ നമുക്ക് ജിന്നും കൂടി വേണം എന്ന് ആരോ ഇവിടെ പറയുന്ന പോലെ വരുത്തി തീർക്കാണ്. ഇവിടെ KVയുടെ ക്ലിപ്പ് ഞാൻ ഇടാൻ പോകുന്നുണ്ട്. റമദാൻ ക്ലാസ്സിൽ പോലെ അയാൾ അലറുകയാണ്. അതുപോലെ പലരും അലറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ വാദം സ്ഥാപിക്കാൻ വേണ്ടി. വാസ്തവത്തിൽ മുജാഹിദുകൾ ഈ വിഷയത്തിൽ കൊടുത്ത മറുപടി അത് എല്ലാവരും ഒരുമിച്ച് നിന്ന് കൊടുത്ത മറുപടിയാണ്. ഹദീസ് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ആ പറഞ്ഞൊരു തത്വം ഉണ്ടല്ലോ, ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ളവരോട് സംസാരിച്ചാൽ അത് ശിർക്കല്ല. അതാണതില്. ഈ വിവാദം കത്തി നിന്നപ്പോ അബ്ദുൽ ജബ്ബാർ മൗലവി ലേഖനം എഴുതി 2 കൊല്ലം കഴിഞ്ഞിട്ട് അബ്ദുറഹ്മാൻ സലഫി ജാമിയയിൽ കുട്ടികൾക്ക് ജിന്ന് ക്ലാസ് എടുക്കുക. ജാമിയ നദവിയ എന്ന് പറഞ്ഞൊരു കോക്കസിന്റെ കയ്യിലായി മാറിയിരിക്കുകയാണ്. നമ്മളൊക്കെ നമ്മുടെ ഒരു മാതൃസ്ഥാപനം നിലക്ക് വലിയ തുക സംഭാവന കൊടുക്കുന്നുണ്ട് ജാമിയ നദവിയക്ക്. പക്ഷെ ഇന്നതൊരു കോക്കസിന്റെ കേന്ദ്രമായി മാറിയിരിക്കുക. ഇപ്പൊ ഈ മുശ്രിക്കാക്കൽ സമ്മേളനം അവിടെയുള്ള നടന്നത്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം മുവഹിദുകളെ മുശ്രിക്കാക്കാനുള്ള സമ്മേളനം കണ്ടോ? ആർക്കെങ്കിലും സഹിക്കാൻ കഴിയോ കൂട്ടരെ? ഈ KKP ആക്കളും കൂട്ടരും ഈ ഗ്രൂപ്പാണ് അന്ന് പോയിട്ട് അവിടെ നടത്തിയത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു ആഘോഷമായിരുന്നു. മുജാഹിദ് പ്രവർത്തകരെ മേൽ ശിർക്കാരോപിച്ചുകൊണ്ട് സംഘടനയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കുക. നമ്മൾ ക്ഷമിച്ചത് കൊണ്ടാണ്, നമ്മൾ സഹിച്ചത് കൊണ്ടാണ്. ചില ആളുകൾ ചോദിക്കണേ 5-6 മാസമായിട്ട് നിങ്ങൾ എവിടെയെന്ന് ഇത്ര കാലം? ഇതൊന്നും ഞങ്ങളോട് പറയാതെ ഞാൻ ക്ഷമിച്ചു, സഹിച്ചു. സംഘടനയിൽ തീരുമാനമുണ്ടാകുമെന്ന് കരുതിയിട്ടാണ് പറയാതിരുന്നത്. സംഘടനയും നേതൃത്വം അനുസരിച്ചുകൊണ്ട് അത്രയും വൈകിയത് പറയാൻ, അല്ലെങ്കിൽ ഇതിനു മുമ്പേ ഞാൻ പറയുമായിരുന്നു. ഏതായാലും ഇരിക്കട്ടെ. അങ്ങനെ 2009 എടവണ്ണ ജാമിയയിൽ നടന്ന ജിന്ന് സമ്മേളനത്തിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള സലഫിയുടെ സ്പെഷ്യൽ ജിന്ന് ക്ലാസ്
അതിൽ മൂപ്പരോടൊരു കുട്ടി ചോദ്യം ചോദിക്കുന്നു. ചോദ്യം എന്താണെന്ന് ആദ്യം ശ്രദ്ധിക്കണം, എന്നിട്ട് മറുപടി ശ്രദ്ധിക്കണം. വിജനമായ സ്ഥലത്ത് നിന്ന് വിളിച്ചാൽ ജിന്ന് സഹായിക്കും എന്ന് വിശ്വസിക്കുന്നത് ശരിയാണോ? മടവൂരികൾ നമ്മളെ സംബന്ധിച്ച് ആദ്യമൊക്കെ നമ്മൾ മനുഷ്യ കഴിവിനപ്പുറം എന്നാണ് പ്രാർത്ഥനയ്ക്ക് നിർവചനം നൽകിയെങ്കിൽ ഈ ജിന്നിന്റെ വിഷയം വന്നതിന് ശേഷം മനുഷ്യ സൃഷ്ടികൾക്കപ്പുറം എന്ന് പറയുന്നുണ്ട്. ഈ വാദം ശരിയാണോ? അവർ ഉന്നയിക്കുന്നതിന് എന്താണ് മറുപടി പറയുക? വിജനമായ സ്ഥലത്ത് നിന്ന് വിളിച്ചാൽ ജിന്ന് സഹായിക്കും എന്ന് പറയുന്നത് ശരിയാണോ? അതാ ചോദ്യം. മാത്രല്ല ഇത്രയും കൂടി ചോദിച്ചു. മടവൂരികൾ നമ്മളെ പറ്റി പറയുന്നുണ്ട് മനുഷ്യ കഴിവിന് അതീതം എന്നാണ് മുമ്പൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് പ്രാർത്ഥനയ്ക്ക് നിർവചനം. ഇപ്പൊ ജിന്ന് വിഷയം വന്നപ്പോൾ നമ്മൾ നിർവചനം മാറ്റി എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണോ? അപ്പൊ ചോദ്യം എന്താ? വിജനമായ മരുഭൂമിയിൽ നിന്ന് വിളിച്ചാ ജിന്ന് സഹായിക്കുമോ? അതീത് ചോദിച്ചണോ? യായ്പാത്രം ചോദിച്ചണോ? ചോദിച്ചിട്ടില്ല. അതീത് ചോദിക്കാതെ ഒരു തത്വം ചോദിക്കാം. ഇനി നമ്മൾ സെൽഫി കൊടുക്കണം. മറുപടി കേട്ടോളി, നല്ലോണം ശ്രദ്ധിക്കണം. നിങ്ങൾ ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ബോധപൂർവ്വം ശ്രമിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ ഉപയോഗിച്ച ഒരു വാചകവും തിരുത്തേണ്ട ആവശ്യമില്ല. ചില ആളുകൾക്ക് അങ്ങനെ ഒരു തോന്നലാണ്. പണ്ടത്തെ പ്രയോഗങ്ങളെക്കാൾ നല്ല ചില പുതിയ പ്രയോഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് ആരെങ്കിലും ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം. മനുഷ്യ കഴിവിന് അതീതമായ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ ഒരു സൃഷ്ടിയാണ്. അപ്പോൾ ഒരു മനുഷ്യനോട് അവന്റെ കഴിവിന് അതീതമായ കാര്യങ്ങൾ, ഇതുപോലെ ഏതൊരു സൃഷ്ടിയോടും ആ സൃഷ്ടിയുടെ കഴിവിന് അതീതമായ കാര്യങ്ങൾ ആവശ്യപ്പെടുക എന്നതുകൊണ്ടുള്ള വിവക്ഷ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ പ്രാപഞ്ചിക നിയമങ്ങൾക്ക് അതീതമായ കാര്യങ്ങളിൽ അവരോട് സഹായം ആവശ്യപ്പെടുക, പ്രാർത്ഥിക്കുക എന്നതാണ്. അതാണ് ശിർക്ക്. അപ്പൊ മുമ്പ് ഉപയോഗിച്ച വാചകങ്ങൾ തിരുത്തേണ്ടതോ അങ്ങനെ തിരുത്തുന്ന ഒരവസ്ഥയോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ല. നമ്മളൊക്കെ എപ്പോഴും ആ പണ്ട് പറഞ്ഞ അതിനെ പറയാറുള്ളത്. അതിങ്ങനെ ആരെങ്കിലും എഴുതുമ്പോൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ ചില ആളുകൾ ഇത്തരം സംശയങ്ങളും ചോദ്യങ്ങളുമായിട്ട് കൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കത് തിരുത്തേണ്ട ഒരാവശ്യമല്ല. ഇനിയിപ്പോൾ ഒരാൾ മനുഷ്യ കഴിവിന് അതീതമായ എന്നതിന് പകരം സൃഷ്ടികളുടെ കഴിവിന് അതീതമായ എന്ന് എഴുതിപ്പോയാൽ ആദ്യം പറഞ്ഞത് തെറ്റും രണ്ടാമത്തേത് ശരിയും എന്ന് അതിന് അർത്ഥമില്ല. ഇതുകൊണ്ട് രണ്ടും പരസ്പര വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നുമില്ല എന്നതാണ്. മൂന്നാമത്തെ കാര്യം, ഒരു വിജനമായ സ്ഥലത്ത് ഒരാൾ ചെന്നുപെട്ടാൽ അവിടെ വല്ല ജിന്നുണ്ടോ എന്ന് അന്വേഷിച്ച് ചെന്നിട്ട് നിങ്ങൾ സഹായിക്കുമോ എന്ന് ചോദിക്കാൻ, മിൻ ഹൈസു ലാ തറൗനഹു ഇന്നഹു ഹുവ യറാക്കും വ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹു എന്നാണ്. നിങ്ങൾ നോക്കിയാൽ കാണൂലല്ലോ. നമ്മളിങ്ങനെ നോക്കിയാൽ കാണുന്ന ആളുകളല്ല അവർ. പിന്നെ ഒരു വിജനമായ സ്ഥലത്ത് ചെന്ന് നമ്മൾ വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ പ്രയോഗം ഒരാളുമില്ല, ഒരു മനുഷ്യനുമില്ല, വേറെ ഒന്നുമില്ല, ആരും കാണാത്തൊരു സന്ദർഭത്തിൽ ഒരു ബേജാറാകുന്ന ഘട്ടത്തിൽ ഒരാൾ മണ്ടിയേരിയോ എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ ഇവിടെ നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ മണ്ടിയേരിയോ എന്ന് പറഞ്ഞാണ്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വരിക. അപ്പോൾ അയാൾക്ക് ഒരു അപകടം വരികയാണ്. ആ സന്ദർഭത്തിൽ ഇങ്ങനെ വിളിച്ചാൽ അത് മലക്കിനെയാണ്, ഔലിയാക്കന്മാരെയാണ്, മരിച്ചോലെയാണ്, ജിന്നിനെയാണ്, ഷെയ്ത്താനെയാണ്, കുടുംബക്കാരെയാണ്, വാപ്പാനെയാണ്, ഉമ്മാനെയാണ്, ഇങ്ങനെ പലതും പലർക്കും വിചാരിക്കാം. ഈ വിളിച്ച ആളോ ആരാണ് എൻ്റെ വിളി കേൾക്കുന്നതും എന്നെ സഹായിക്കാൻ കഴിയുന്നതുമായിട്ടുള്ളത്, അവരെ സഹായം എനിക്ക് കിട്ടട്ടെ എന്നേ നേർക്ക് നേരെ അതിന് അർത്ഥമുള്ളൂ. സഹായം മനുഷ്യന് മലക്കുകളിൽ നിന്ന് സഹായം കിട്ടുന്നുണ്ട്. ഹഫലത്തിന്റെ സഹായം മനുഷ്യന് കിട്ടുന്നുണ്ട്. അത് ഹഫലത്തിനെ വിളിച്ചിങ്ങാണ്ട് എന്നെ സഹായിക്കുമോ എന്ന് പറഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കും, സഹായം ചോദിക്കും ചെയ്തിട്ടല്ല അത് കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ ജിന്ന് വർഗത്തിൽപ്പെട്ട ആളുകളോട് റിജാലും മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി, ആ പറഞ്ഞ രീതിയിലേക്ക് പോകാനൊട്ട് പാടില്ല. മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ ജിന്നുകളോട് അഭയം തേടാറുണ്ടായിരുന്നു, രക്ഷ തേടാറുണ്ടായിരുന്നു. ഫസാദൂഹും റഹഖ, അത് ഖുർആൻ എടുത്ത് വിമർശിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യാനും പാടില്ല. എന്നാൽ ഈ വിളിക്കുന്നത് ഇത് വല്ല ജിന്നും ഉണ്ടെങ്കിൽ ആ ജിന്ന് സഹായിക്കട്ടെ എന്നുള്ള നിലക്ക് ജിന്നിനോടാണ്. അങ്ങനെ നിയ്യത്ത് വെക്കാനൊക്കെ ആർക്കെങ്കിലും ഒഴിവുണ്ടാകുമോ? ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ പേടിയാണ് നേരത്ത്
ജിന്നിനെ നിയ്യത്ത് വെച്ചിട്ട് ജിന്നിന്റെ സഹായം കിട്ടാൻ. അപ്പൊ അതൊക്കെ കുറച്ച് അതിശയോക്തിപരമായ പ്രയോഗങ്ങളും വ്യാഖ്യാനങ്ങളുമാണ്. ആ വിഷയത്തിൽ തന്നെ വന്ന ചില സ്ഖലിതങ്ങൾ ലേഖനത്തിൽ വന്നത് ആ ലേഖകൻ തന്നെ എഴുതിയ പ്രസിദ്ധീകരണത്തിൽ പിന്നീട് തിരുത്തിയിട്ടുമുണ്ട്. എന്തേ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി? ഞാനൊന്നും വിശദീകരിക്കണ്ട. യാ ഇബാദല്ലാ ഐനൂനി എന്ന് വിളിച്ച ശിർക്കാണ് നിങ്ങൾക്ക് മനസ്സിലായോ? അതിൽ ജിന്നും മലക്കും പെടുന്നു മനസ്സിലായോ? കണ്ടോ, വളരെ വ്യക്താണത്. എന്നിട്ടിപ്പോ ന്യായീകരിച്ച് ഒപ്പിക്കാണ്. വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്താ? നമ്മൾ ഉപയോഗിച്ചൊരു വാചകം തിരുത്തേണ്ടി വന്നിട്ടില്ല. മനുഷ്യ കഴിവിന് അതീതം, സൃഷ്ടികളെ കഴിവിന് അതീതം, അതൊക്കെ നമ്മൾ ഉപയോഗിച്ച വാചകങ്ങളാ. അതൊന്നും പരസ്പര വൈരുദ്ധ്യമല്ല, ഒന്നൊന്നിനെതിരല്ല, രണ്ടും പരസ്പര പൂരകമാണ്. സാധാരണയായി മനുഷ്യർ സഹായം തേടാറുള്ളത് ബദരീങ്ങളോടും മുമ്പർത്ത തങ്ങളോടും മൈദീശേഖിനോടൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരോട് പറഞ്ഞു അവരെ കഴിവിന് അതീതമായത് അവരോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ സൃഷ്ടികളെ കഴിവിന് അതീതം എന്ന് ഉപയോഗിച്ചു. മനുഷ്യരല്ലാത്ത ജിന്നിനി മലക്കിനൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കൗമുണ്ട്. അപ്പൊ അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സൃഷ്ടികളെ കഴിവിന് അതീതമായത് ചോദിക്കാൻ പാടില്ല. ഇത് മുമ്പേ നമ്മൾ പറഞ്ഞു പോരുന്നതാണ്. ഇത് പുതിയത് ഉണ്ടാക്കിയതല്ല. 1944 ഇറങ്ങിയ അത്തൗഹീദ് എന്ന പി അബ്ദുൽ ഖാദർ മൊഴി കണ്ണൂർ എഴുതിയ പുസ്തകത്തിലുണ്ട്. പിന്നീടുള്ള നമ്മുടെ പല പുസ്തകങ്ങളിലും അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് സൃഷ്ടികളെ കഴിവിന് അതീതം എന്നത്. ഇപ്പൊ KKP ആക്കളും കൂട്ടരും പറയണത് ജിന്ന് വിവാദം വന്നപ്പോ നമ്മൾ ഉണ്ടാക്കിയതാണ്. അല്ല, ഇത് നേരത്തെ നമ്മൾ ഉപയോഗിച്ചതും നമ്മുടെ പ്രബന്ധങ്ങളിലും പുസ്തകങ്ങളിലുമൊക്കെ വന്നിട്ടുള്ളതായ കാര്യമാണ്. പിന്നെ എന്താ അതുകൊണ്ടുള്ള വിവക്ഷ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കാര്യങ്ങളിൽ, പ്രാപഞ്ചിക നിയമങ്ങൾക്കുപരിയായ കാര്യങ്ങളിൽ അവരോട് സഹായം തേടുക, പ്രാർത്ഥിക്കുക. അപ്പൊ ഇതിലെന്താ ഉള്ളത്? അബ്ദുൽ ജബ്ബാർ വഴി എഴുതിയിൽ എന്താ ഉള്ളത്? വെളിച്ചം തരണേ, വഴി കാണിക്കണേ. അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കാര്യമാണോ? ഭൂതവർഗങ്ങൾക്ക് കഴിയാത്ത കാര്യമാണോ? അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യമാണോ? മലക്കിനോ ജിന്നിനോ ഒരു കാലത്തും കഴിയില്ല എന്ന് പറയാൻ പറ്റിയ കാര്യമാണോ? അല്ല. അതുകൊണ്ട് തന്നെ എല്ലാ നിലക്കും പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ചത് ഇതാണ്. പിന്നെ വിജനമായ ആ സ്ഥലത്ത് വെച്ച് വിളിക്കുമ്പോൾ ആരെയാ വിളിക്കുന്നത്? എന്നിട്ട് മൂപ്പര് വേണ്ടാത്ത കുറെ വിശദീകരണം, ഉമ്മാനെയാണ്, ഉപ്പാനെയാണ്, കുടുംബക്കാരെയാണ്, ഭാര്യനെയാണ്, നാട്ടുകാരെയാണ്, അതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ആരെയാണ് ഉദ്ദേശിക്കുന്നത് മൂപ്പരൻ പറഞ്ഞാൽ പോരെ. കുട്ടിന്റെ ചോദ്യം എന്താ? കുട്ടിന്റെ ചോദ്യം വിജനമായ സ്ഥലത്തുനിന്ന് വിളിച്ചാൽ ജിന്നെ സഹായിക്കും എന്ന് വിശ്വസിക്കാമോന്നാ. ഒരൊറ്റ മിനിറ്റ് കൊണ്ട് മറുപടി അറിയാലോ. വിശ്വസിച്ചാൽ ശിർക്കാണ്, വിശ്വസിക്കാൻ പാടില്ല. അടുത്ത ചോദ്യം ചോദിച്ചോ എന്ന് പറഞ്ഞാ പോരെ. എന്തിനാ മൂപ്പര് ബയാൻ ചെയ്യാൻ പോയത്? ഇപ്പൊ പറയാ ദുർബല ഹദീസ് വ്യാഖ്യാനിച്ച് നടക്കാണ്. ആരാപ്പ നടക്കണത്? ഇതൊക്കെ ക്ലിപ്പുള്ള കാല, പണ്ടത്തെ മാതിരിയല്ല. നിങ്ങൾക്ക് സക്കരിയ സലാഹിന്റെ ആകെ കിട്ടിയത് ഏതാ? കാസർഗോഡ് ഹദീസ് സെമിനാർന്ന് 2011 അല്ലേ? അതിന് മുമ്പ് പ്രസംഗിച്ച് ഇവരൊക്കെ പ്രസംഗിച്ചിട്ട് ഇതാ നമ്മളെ ലൈനിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രസംഗിക്കണത്. മനസ്സിലായില്ലേ? അപ്പൊ ഇയാള് പറഞ്ഞ് 2009 പറഞ്ഞ് വ്യാഖ്യാനിച്ചു ഇങ്ങനെയാ പറയേണ്ടത്. അപ്പൊ ആരെയാ വിളി കേൾക്കുന്നത്? ആരാണ് എന്റെ വിളി കേൾക്കുന്നത്? അവരെ സഹായിക്കട്ടെ എന്നാണ്. പിന്നെ മൂപ്പര് ആയത്തോതി ഏതാ? ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു ജാഹിലിയ കാലത്തുള്ളവര്. എങ്ങനെ? ഒരു വാദിയിൽ താഴ്വരയിൽ ചെന്ന് അവരിങ്ങനെ യാത്ര പോവും, ടെന്റ് കെട്ടി താമസിക്കലാണല്ലോ. അവർ താഴ്വരയിൽ കുടുംബസമേതം ചെന്നിറങ്ങിയാൽ അവർ പറയും അഊദു ബി സയ്യിദി ഹാദൽ വാദി, ഈ താഴ്വരയുടെ നേതാവായ ജിന്നിനോട് ഞാൻ രക്ഷ തേടുന്നു. എന്തിൽ നിന്ന്? അൻ ഉളറ അന ഫീഹി ഔ മാലി ഔ വലദി ഔ മാസിയതി, ഞാൻ എൻ്റെ സമ്പത്തുക്കൾ, എൻ്റെ സന്താനങ്ങൾ, എൻ്റെ നാൽക്കാലികൾ, ഇതൊക്കെ ഉപദ്രവിക്കപ്പെടുന്നതിൽ നിന്നും, ജിന്നിൽ നിന്നും ഉപദ്രവം ഉണ്ടാകുന്നതിൽ നിന്നും ഇവിടുത്തെ ജിന്ന് നേതാവിനോട് ഞാൻ രക്ഷ തേടുന്നു. അത് പ്രാർത്ഥനയാണ്. ജിന്ന് നേതാവിന് കഴിയാത്ത കാര്യമാണ് കുട്ടികളെയും കുടുംബത്തെയും കാര്യങ്ങളെയൊക്കെ സംരക്ഷിക്കുക എന്നുള്ളത്. അത് പ്രാർത്ഥന. അപ്പൊ അവിടേക്ക് പോകാനും പാടില്ല. അത് പ്രാർത്ഥനയാണ്, അവിടേക്ക് പോകാനും പാടില്ല. ഞാൻ ഇത് ഇത്ര വിശദമായിട്ട് പറയാൻ കാരണം എന്താ അറിയോ? ഇപ്പൊ മൂപ്പര് പറയണത് ഞാൻ അന്ന് ഉദ്ദേശിച്ചത് മനുഷ്യരാണ്. ആരെങ്കിലും എൻ്റെ വിളി കേൾക്കാന്ന് പറഞ്ഞാൽ മനുഷ്യരായ ആരെങ്കിലും എന്നാണ്. എപ്പോഴാ പറയണത്? 2012 സക്കരിയ സലാഹി മഞ്ചേരി ക്ലിപ്പിടുമ്പോ കേട്ടെങ്കിൽ ആർക്കെങ്കിലും മനസ്സിലായത് മനുഷ്യനെ ഉദ്ദേശിച്ചത്? എന്താ മൂപ്പർക്ക് തുറന്നു പറഞ്ഞൂടെ? ആ വിളി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യരെയാണ്. ജിന്നോ മലക്കോ ഒന്നും എൻ്റെ മനസ്സിൽ തന്നെ വന്നിട്ടില്ല. അത് വന്നാൽ ശിർക്കാണ്. അത് അന്നും ശിർക്കാണ്, ഇന്നും ശിർക്കാണ്. എന്നാ അതാണ് തുറന്നു പറഞ്ഞൂടെ അന്ന്?
ഇപ്പൊ മൂപ്പര് ഞാൻ മഞ്ചേരി ക്ലിപ്പിട്ട് സംസാരിച്ചപ്പോ തൃശ്ശൂർ പോയി മറുപടി പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചത് മനുഷ്യനെയാണ്, മലക്കിനെയും ജിന്നനെയുമല്ല. മലക്കും ജിന്നുമാണെങ്കിൽ ശിർക്കാണ്. എന്നാ അതങ്ങ് തുറന്നു പറഞ്ഞ 2 വാചകം പോരെ. വിജനപ്രദേശത്ത് ജിന്ന് സഹായിക്കുന്നു വിശ്വസിക്കാൻ പാടുണ്ടോ? പാടില്ല, അത് ശിർക്കാണ്. മനുഷ്യ കൈവിന് അതീതം എന്നൊക്കെയല്ല പറഞ്ഞിരുന്നത്. അവിടെ ആ വിളി കൊണ്ട് അവിടെ യായ്ബാദുള്ള കുട്ടി ചോദിച്ചിട്ടുണ്ടല്ല. അപ്പൊ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ ഇതാ കുട്ടി ചോദിക്കണത്. ഹദീസ് കുട്ടി പറഞ്ഞിട്ടില്ല. ജബ്ബാർ മൗലവി ഹദീസ് പറഞ്ഞിട്ടില്ല, അദ്ദേഹം ഒരു സംഗതി പറഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പൊ ഇദ്ദേഹം കുട്ടി ഹദീസ് പറഞ്ഞോ? അത് കേൾക്കുമ്പോൾ മനസ്സിലാകുക ഹദീസിന്റെ പശ്ചാത്തലാണത്. അങ്ങനെ നമ്മളൊക്കെ സംസാരിച്ചത്. അബ്ദുൽ ജബ്ബാർ മൗലവി പറഞ്ഞത് വേറെ, ഹദീസിൽ പറഞ്ഞത് വേറെ എന്നൊക്കെ പറഞ്ഞിട്ട് അനീഫ ഇവിടെ നിന്നിട്ട് ടെസ്റ്റ് ആടിയിട്ടുണ്ട്. രണ്ടും ഒന്ന് തന്നെയാ വിഷയം. അതപ്പോ ഈ കുട്ടി ചോദിക്കാതെ തന്നെ ആ വിളി കൊണ്ട് ഉദ്ദേശം ആരാണ് എന്ന് വ്യക്തമായി സലഫി വിശദീകരിച്ചു കൊടുത്തു. ജിന്നും മലക്കും ഉപയോഗിച്ച ശിർക്കാണെന്ന് അങ്ങോട്ട് പറഞ്ഞൂടെ? അങ്ങനെ പറയണില്ല. കാരണം പറയാൻ സലഫി പണ്ഡിതന്മാർ ആരും അങ്ങനെ പറയാറില്ല. അബ്ദുറഹ്മാൻ സലഫി മാത്രമല്ല, നമ്മൾ ആരും അങ്ങനെ പറയാത്ത ഒരു കാലത്താണ് യഥാർത്ഥത്തിൽ അദ്ദേഹം അങ്ങനെ സംസാരിച്ചത്. ഇനി നിങ്ങൾ നോക്കൂ, ഇത് ഇപ്പോൾ കുറേ ആളുകൾ വലിയ വിഷയമാക്കി അങ്ങനെ നമ്മൾ ശിർക്കിലേക്ക് പോവുകയാണെന്നൊക്കെ മടവൂരികൾ വാദിച്ചപ്പോഴും നമ്മൾ പറഞ്ഞു, നമ്മൾ മുമ്പേ കൊടുത്ത മറുപടി ഇങ്ങനെയാണ്, ആ വിളിയിൽ ശിർക്കില്ല എന്നാണ്. ഹദീസ് ദുർബലമാണ്, അതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല. പക്ഷെ അതിൽ പറഞ്ഞിട്ടുള്ള തത്വം തൗഹീദിന്റെ തത്വമാണ്. എപ്പോഴാണ് ഒരു കാര്യം പ്രാർത്ഥനയാകുക, ആകാതിരിക്കുക? അപ്പൊ നിങ്ങൾ നോക്ക്, നമ്മുടെ കൊട്ടപ്പുറം സംവാദത്തിൽ ഓതിയ ആയത്ത്, വഹാബികളെ നിങ്ങൾ പറഞ്ഞു മരിച്ചുപോയ നബിമാരോട് ചോദിക്കാൻ പാടില്ല, ചോദിച്ചാൽ ശിർക്കാണ്. എന്നാൽ ഇതാ റസൂലിനോട് ചോദിക്കാൻ അല്ലാഹു പറയുന്നു. മരിച്ചുപോയ അമ്പിയാക്കളോട് റസൂൽ മിഅ്റാജിൽ ചോദിച്ചില്ലേ, അപ്പൊ റസൂൽ ശിർക്ക് ചെയ്തുവോ? നമ്മളെന്താ മറുപടി കൊടുത്തത്? മുസ്ലിയാരെ, അത് പ്രാർത്ഥനയല്ല. പൂർവകാല നബിമാരെ മിഅ്റാജ് യാത്രയിൽ തന്റെ മുമ്പിൽ അണിനിരത്തിയപ്പോ നേർക്കുനേരെ കണ്ടപ്പോ ചോദിച്ചതാണ്. കൊട്ടപ്പുറത്ത് നിന്ന് ചെറിയ മുണ്ടം ഇത്ര കൂടി പറഞ്ഞു, മുസ്ലിയാരെ, നിങ്ങൾക്കൊരു മിഅ്റാജിന് ഓഫർ കിട്ടിയാൽ അവിടെ വെച്ച് പൂർവ്വകാല നബിമാരെ മുഖാമുഖം കണ്ടാൽ അവരോട് ചോദിക്കാൻ പറ്റുമോ എന്നുള്ള ചർച്ച ഇവിടെ അല്ല. അത് നമ്മൾ തർക്കമില്ലാത്ത വിഷയമാണ്. അപ്പൊ ഒരു കാര്യം എപ്പോഴാ പ്രാർത്ഥനയാകുക, പ്രാർത്ഥനയാകാതിരിക്കാന്ന് ജനങ്ങളെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ചർച്ചയാണ് വാസ്തവത്തിൽ ഇവിടെ നടന്നത്. ഇത് മാത്രല്ല, ഇത് കഴിഞ്ഞിട്ടിപ്പോ ഈ തിരുവനന്തപുരത്തൊരു മുഖാമുഖം നടത്തി. മടവൂരികൾക്കെതിരിൽ അനസ് മുസ്ലിയാർ മുഖാമുഖം നടത്തി. ആ മുഖാമുഖത്തില് ഒരാൾ ചോദിക്കാണ്, ജിന്നുകളോടുള്ള സഹായതേട്ടത്തിൽ ശിർക്കാകാത്തതുണ്ടോ, അല്ല എല്ലാം എന്ത് ചോദിച്ചാലും ശിർക്കാണോ എന്ന് ചോദിച്ചു. ചോദിക്കുന്നത് മടവൂരിയാണെന്നാ തോന്നുന്നത്. അനസ് മുസ്ലിയാർ കൊടുക്കുന്ന മറുപടി ഒന്ന് കേട്ടോളി.